വാട്സ്ആപ്പ് ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? അപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര വന്നിട്ട് ഈ കനേഡിയൻ ലബോറട്ടറികളിലേക്കാണ്. ബിക്കോസ് ഇന്ന് നമുക്ക് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ദിവസമാണ്. ഈ സൂര്യപ്രകാശവും ക്ലീനായി കിടക്കുന്ന റോഡുകളും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് സമ്മറാണെന്ന്. ഇവിടുത്തെ കനേഡിയൻ വിന്റർ ചില സമയം നാഗവല്ലിയെ പോലെയാണ് കേട്ടോ. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അഥവാ അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം ഒക്കെ നമ്മുടെ കനേഡിയൻ വിന്ററിൽ കാണാൻ നമുക്ക് സാധിക്കും. അത് പറഞ്ഞപ്പോഴാണ് ദാ റോഡിൽ മരം വെട്ടുന്ന ചേട്ടനെ കണ്ടത്. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ മരം വെട്ടാറ്. ഇവിടുന്ന് ഒരു 2 മിനിറ്റോടെ ഡ്രൈവ് ചെയ്താൽ നമ്മുടെ ലാബ് എത്തി. അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടു. ഇതിന് മുന്നേ ഒരു 6 മാസം മുന്നെയാണ് കേട്ടോ ഞാൻ എന്റെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. അന്ന് എനിക്ക് വൈറ്റമിൻ ഡി, അയൺ ഡെഫിഷ്യൻസി ഈ 2 സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വട്ടം നമ്മൾ അബ്ഡോമിനൽ, പെൽവിക് സ്കാന്, പാപ്പ് ടെസ്റ്റ് ഇതൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ എല്ലാം സെറ്റ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ വട്ടം ഡോക്ടർ എന്റെ ഹാർട്ടിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ച് ECGയും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയ സ്പീഡിൽ തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാം. കാരണം 1 hour ഈസ് ദ വെയിറ്റ് ടൈം. അവിടെ കുത്തിയിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ച് കാറിലേക്ക് തന്നെ വന്നു. നമ്മുടെ ഫോൺ നമ്പറും ഹെൽത്ത് കാർഡും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ സ്ലോട്ട് ആവുമ്പോഴത്തേനും ടിക് ടിക് അടിക്കും നമ്മുടെ ഫോണിൽ. 1 hour തള്ളി നീക്കൽ ഈസ് എ റിയലി ഹാർഡ് ടാസ്ക് ഗൈസ്. ഞാൻ നോക്കിയപ്പോഴുണ്ടല്ലോ ഒരാളിരുന്ന് എന്റെ യൂട്യൂബ് ഷോർട്സ് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ ഈ യൂട്യൂബിൽ മൾട്ടി സ്ക്രീൻ സെറ്റപ്പ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എന്റെ വീഡിയോ സൈഡിലാക്കിയിട്ട് പുള്ളിക്ക് ഇഷ്ടമുള്ള ഏതൊരു വീഡിയോ കണ്ടോണ്ടിരിക്കുക. എങ്ങനെ ഗതി പിടിക്കാനാ? വീട്ടിൽ നിന്ന് തന്നെ ഒരു സപ്പോർട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ലാബിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. സണ്ണി അപ്പ് എന്ന് പറയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കടയിലാണ് നമ്മൾ പോയത്. ഭാഗ്യത്തിന് ഇവിടെ അങ്ങനെ 10 പേജ് മെനു ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മെനു കണ്ടുപിടിച്ച് ഓർഡർ ചെയ്യൽ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പൊ ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത എന്റെ ഡിഷ്, ഇതാണ് അഖിലിന്റെ ഡിഷ്. രണ്ടും നല്ലതായിരുന്നു. അങ്ങനെ ഭയങ്കര യമ്മീന്നൊന്നും പറയാനില്ല, ബട്ട് ഓക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഒരെണ്ണം വാങ്ങി സ്പ്ലിറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഫുഡ് ഭയങ്കര ഹെവി ആയിരുന്നു, ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. സോ ഞങ്ങൾ ടേക്ക് ഔട്ട് എടുത്ത് ബില്ലും ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. നെക്സ്റ്റ് നമ്മൾ പോയത് ഈ ലോങ് ആൻഡ് മക്വേഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റൽ ഷോപ്പിലേക്കാണ്. നമുക്ക് ഈ അടുത്തൊരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നായിരുന്നു നമ്മൾ നമ്മുടെ ലേസർ ലൈറ്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ റെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂഷ്വലി നമുക്ക് എന്തെങ്കിലും ഒരു പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് ലേസർ ലൈറ്റ്സ്, സ്മോക്ക് മെഷീന്, പാർട്ടി സ്പീക്കേഴ്സ് ഒക്കെ റെന്റ് ചെയ്യാറ്. ഈ ഒരു കട എന്ന് പറയുന്നത് മൊത്തത്തിൽ അതിനു വേണ്ടി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കടയാണ് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് റെന്റൽ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൾസോ ഇനി നിങ്ങൾക്ക് പാട്ട് പഠിക്കണം, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കണമെങ്കിൽ അതും ഇവിടെ ഉണ്ട്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേനും ഒരു അസോസിയേറ്റ് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് തന്നു വിട്ട കോലത്തിൽ തന്നെയാണോ ഇത് തിരിച്ച് കിട്ടിയത് എന്ന് അവർക്കൊന്ന് നോക്കണമല്ലോ. അപ്പൊ അതവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പൊ അഖിൽ പറയായിരുന്നു അതിന്റെ ഏതോ ഒരു പോർട്ട് വർക്ക് ചെയ്യുന്നില്ല, അത് തന്നപ്പോഴേ അങ്ങനെ ആയിരുന്നു എന്ന്. അപ്പം അതവർ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തി. അങ്ങനെ നമുക്ക് $10 ഓഫിന്റെ ഒരു കൂപ്പണും കിട്ടി. അപ്പൊ നെക്സ്റ്റ് ടൈം റെന്റ് ചെയ്യുമ്പോൾ $10 ഓഫ്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മുടെ ഫൈനൽ സ്റ്റോപ്പ് വന്നിട്ട് ഈ ഒരു മീൻ കടയാണ്. ഇവിടെ മീറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് വേണ്ട ഒരു മീനും നമ്മൾ എടുത്ത് അവരത് ക്ലീൻ ഒക്കെ ചെയ്ത് തന്നു. നമ്മൾ പിന്നെ അതും വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.